97 ക്വസ്റ്റ്യൻസും ശരിയായ ഉത്തരം എഴുതിയാൽ പോലും ചിലപ്പോൾ നിങ്ങൾ CMA എക്സാം തോൽക്കാം. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഇത് കണക്കിലെ കുറച്ച് കളികളാണ് കേട്ടോ. CMA USA എക്സാമിൻ്റെ MCQയിൽ 100 ക്വസ്റ്റ്യൻസാണുള്ളത്. 6 ടോപ്പിക്കാണുള്ളത്, പാർട്ട് 1, പാർട്ട് 2. ഈ ടോപ്പിക്കുകളിൽ നിന്ന് ഇഷ്ടമുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് IMAക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ടോപ്പിക് എടുക്കാം. ടോപ്പിക് എയിൽ 7 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചെന്ന് വിചാരിക്കാം. എത്ര വേണമെങ്കിലും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ചിട്ട് കോമ്പിനേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ. അപ്പോൾ ടോപ്പിക് എയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഓക്കെ, നിങ്ങളതിൽ 4 ക്വസ്റ്റ്യനെ ശരിക്കും എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി 3 ക്വസ്റ്റ്യൻ തെറ്റിച്ചെഴുതാൻ കാരണം പലപ്പോഴും പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. കുറേ ഉത്തരങ്ങളൊക്കെ ശരി ഉത്തരമൊക്കെ എഴുതുമ്പോൾ 3 മണിക്കൂർ എക്സാം അല്ലേ, നമുക്കൊരു ബോറടി ഫീൽ ചെയ്യും. പെട്ടെന്ന് ഇതൊന്നും കഴിഞ്ഞ് പുറത്തേക്ക് പോകണം എന്നുള്ളൊരു തോന്നലൊക്കെ വരും സാധാരണ. അപ്പോൾ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിയാ എന്തായാലും നമ്മൾ പാസ്സാവും, ഇതുവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് എക്സാം നമ്മൾ എന്തായാലും പാസ്സാവും, എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി, നമുക്ക് വലിയ മാർക്കൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് ഈ അബദ്ധവും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻ അല്ലേ, അത് കല്ലി അങ്ങനെ ക്ലിക്ക് ചെയ്ത് വിടും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ 350 മാർക്സ്, 360 പാസ്സാവാൻ, 350 കട്ട് ഓഫ് സ്കോറിൽ നിങ്ങൾ ഫെയിലായിട്ടുണ്ടാവും. നിങ്ങളെ പെർഫോമൻസ് റിപ്പോർട്ട് വരുമ്പോൾ ഒരു സെക്ഷൻ നിങ്ങൾ ഫെയിലായിട്ടുണ്ടാവും, അൺസാറ്റിസ്ഫാക്ടറി ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അത് ഈ സെക്ഷൻ ആയിരിക്കും. ഇവിടെ 7 ക്വസ്റ്റ്യനാണ് ചോദിച്ചത് സെക്ഷൻ എയിൽ നിന്ന്. ഉദാഹരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ, എത്രയാവാം. ആ 7 ക്വസ്റ്റ്യനിൽ നമ്മുടെ CMA എക്സാം പാസ്സാവാൻ വേണ്ട മാർക്ക് 72% ആണ്. അപ്പോൾ 7 ക്വസ്റ്റ്യൻ്റെ 72% എന്ന് പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ്റെ ആൻസർ ശരിയായ ഉത്തരം കൊടുക്കണം നിങ്ങൾ, എങ്കിൽ മാത്രമേ ആ പെർട്ടിക്കുലർ സെക്ഷൻ നിങ്ങൾ പാസ്സാവുള്ളൂ. അവിടെ പകരം നിങ്ങൾ 7 എണ്ണത്തിൽ 4 എണ്ണം കറക്റ്റ് ഉത്തരം കൊടുത്തു, 1 എണ്ണം ശരി ഉത്തരം എഴുതിയില്ല, ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻ അങ്ങോട്ട് കൊണ്ടൊക്കെ ചെയ്ത് വിട്ടു നിങ്ങൾ കെയർലെസ് ആയിട്ട് അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആ പെർട്ടിക്കുലർ സെക്ഷൻ ഫെയിലായി, എക്സാമും ഫെയിലായി. ആക്ച്വലി നിങ്ങൾ 97 ക്വസ്റ്റ്യൻസും ശരിക്കും ഉത്തരം എഴുതിയിട്ടുണ്ട്. മറ്റേത് എക്സാം ആണെങ്കിലും നിങ്ങൾ പാസ്സാവണം. ഓക്കെ, അപ്പോൾ എക്സാമിൻ്റെ അൽഗോരിതം മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അത് നമ്മുടെ റാപ്പിഡ് റിസൾട്ട് കോച്ചിങ് പ്രോഗ്രാമിൽ ഒരു 3 hour ഫോക്കസ്, ഓക്കെ, അത് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനും നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ആ 3 hourൽ നിങ്ങൾ ഫുൾ ഫോക്കസ് ആവണം. ഒരു 5 മിനിറ്റിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എക്സാം ഫെയിൽ ചെയ്യുക ഇതുപോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫോക്കസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. See you with more learnings.